ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി 5 വർഷം കൊണ്ട് കഴിച്ചത് 3.6 കോടി രൂപയുടെ മുട്ടപ്പപ്സുകളെന്ന ആരോപണം. ഭരണകാലത്ത് അമിത ചെലവ് നടത്തിയെന്ന് ആരോപിച്ച് ഭരണകക്ഷിയായ TDP രംഗത്തെത്തിയതോടെയാണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയത്. എന്നാൽ ഇതിന് പിന്നാലെ YSR കോൺഗ്രസ് പാർട്ടി വിശദീകരണവുമായി രംഗത്തെത്തി. സ്നാക്സിന്റെ ബില്ലിനെ മുട്ടപ്പപ്സാക്കി അവമാനിക്കാനുള്ള ശ്രമമാണെന്നാണ് വിശദീകരണം. സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കുന്നതിനിടെയാണ് മുൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഓരോ വർഷവും ശരാശരി 72 ലക്ഷം രൂപ പപ്സ് വാങ്ങാൻ മാത്രം ചിലവഴിച്ചതായി കണ്ടെത്തിയത്. അതിന്റെ കാലാവധി 2019-നും 2024-നും ഇടയിലാണെന്നും TDP കുറ്റപ്പെടുത്തി. ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണകാലയളവിൽ പൊതുപണം വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെട്ടതായാണ് ആരോപണം. കണക്ക് പ്രകാരം 72 ലക്ഷം രൂപ ഒരു വർഷം ചെലവാകണമെങ്കിൽ അതിന്റെ വില വെച്ച് പ്രതിദിന 993 പപ്സുകൾ വാങ്ങേണ്ടി വരും. അങ്ങനെയെങ്കിൽ 5 വർഷത്തിനിടെ വാങ്ങിയത് 18 ലക്ഷം പപ്സുകളാണെന്ന് കരുതേണ്ടി വരുമെന്നും TDP ആരോപിക്കുന്നു. അതേസമയം ലഘുഭക്ഷണത്തിനായി ചെലവഴിച്ച തുക പെരുപ്പിച്ച് കാണിച്ച ജഗൻമോഹൻ റെഡ്ഡി അപമാനിക്കാനുള്ള ശ്രമങ്ങളാണ് TDP നടത്തുന്നതെന്ന് YSR കോൺഗ്രസ് പ്രതികരിച്ചു. ആരോപണം വ്യാജമാണെന്ന് പറഞ്ഞ പാർട്ടി ആരോപണം തെളിയിക്കാനും വെല്ലുവിളിച്ചു. 2014-19 കാലയളവിൽ ചന്ദ്രബാബു നായിഡുവിനും മകൻ ലോകേഷിനുമുള്ള ലഘുഭക്ഷണത്തിനായി സർക്കാർ 8.6 കോടി രൂപ ചെലവഴിച്ചുവെന്നും YSR കോൺഗ്രസ് ആരോപിക്കുന്നു. പിണറായി വിജയന് ഒരു എതിരാളിയായി മാറുമോ ജഗൻമോഹൻ റെഡ്ഡി എന്നാണ് ഇനി കരുതാനുള്ളത്. ഇതുപോലെ തന്നെയാണ് കേരളത്തിലും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഖജനാവിൽ നിന്ന് പണം ചെലവഴിക്കുന്ന ഒരു മുൻപന്തിയിലാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും. പിണറായി വിജയന്റെ പബ്സിന്റെ കണക്ക് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ.